നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്രാക്ചർ ആണ്. വാട്ട് ഈസ് എ ഫ്രാക്ചർ? എ ഫ്രാക്ചർ ഈസ് ദ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ബ്രേക്കേജ് ഓഫ് എ പെരിയോസ്റ്റിയം. നമുക്കറിയാം ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടല്, നമ്മുടെ ബോണ് പൊട്ടുന്നതാണ് നമ്മുടെ ഫ്രാക്ചർ. പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലിയോ ബ്രേക്ക് വരുമ്പോൾ പെരിയോസ്റ്റിയം അല്ലെങ്കിൽ ബോണിന് പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ബ്രേക്ക് വരുന്നതാണ് എന്ത് ഫ്രാക്ചർ. ഫ്രാക്ചറിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഓപ്പണും ക്ലോസ്ഡും. ഈ ഫോട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് പൊട്ടിയിട്ട് പുറത്തോട്ട് ബ്രേക്ക് ചെയ്ത് സ്കിന്നിനെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തോട്ട് വരുന്നതാണ് എന്ത് ഓപ്പൺ ഫ്രാക്ചർ. ക്ലോസ്ഡ് ഫ്രാക്ചർ പറഞ്ഞാൽ എല്ല് പൊട്ടി പക്ഷെ സ്കിന്നിന്റെ പുറത്തോട്ട് വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഡെഫിനേഷൻ നോക്കാം. കോമ്പൗണ്ട് ഫ്രാക്ചർ ഓർ ഓപ്പൺ ഫ്രാക്ചർ. The broken bone pierces the skin, creating an open wound that increases the risk of infection. എപ്പോഴൊക്കെ ഓപ്പൺ wound ഉണ്ടായിട്ടുണ്ട്, എപ്പോഴൊക്കെ ഓപ്പൺ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ എന്തുണ്ടാവും, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എപ്പോഴൊക്കെ ഓപ്പൺ wound ഉണ്ടായിട്ടുണ്ട്, എപ്പോഴൊക്കെ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എല്ല് പൊട്ടി പുറത്തേക്ക് പോയപ്പോൾ എന്തായി, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഓപ്പൺ വൂണ്ടിൽ പഠിച്ചു, അതുപോലെ തന്നെ ഓപ്പൺ ഫ്രാക്ചറിലും ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞു. ഇനി സിമ്പിൾ ഓർ ക്ലോസ്ഡ് ഫ്രാക്ചർ. സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ. ഇൻ ദിസ് ഫ്രാക്ചർ ദ സ്കിൻ സർഫസ് അറൌണ്ട് ദി ഡാമേജ്ഡ് ബോൺ ഈസ് നോട്ട് ബ്രോക്കൺ. എല്ല് അവിടെ പൊട്ടിയിട്ടുണ്ട്, ബോൺ അവിടെ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും പുറത്തോട്ട് വന്നിട്ടില്ല. അതാണ് ക്ലോസ്ഡ് ഫ്രാക്ചർ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ. ഇനി ടൈപ്സ് ഓഫ് ബോൺ ഫ്രാക്ചർ ആണ്. ഏഴ് ടൈപ്പാണ് നമുക്ക് ബോൺ ഫ്രാക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ, ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഈസ് സ്ട്രെയിറ്റ് ലൈൻ അക്രോസ് ദ ബോൺ. ബോണിന്റെ അക്രോസ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെ പൊട്ടിയതാണ് എന്ത് ട്രാൻസ്വേഴ്സ് ബ്രേക്കേജ് ഓഫ് ബോൺ. ഫസ്റ്റ് വൺ, ഇതിൽ ഫസ്റ്റ് വൺ കാണുന്നതാണ് ട്രാൻസ്വേഴ്സ്. നേരെ ഒരു ലൈൻ പോലെ, അതിന്റെ അക്രോസ് ആയിട്ട് ഒരു ലൈൻ പോലെ പൊട്ടിയതാണ് എന്ത് ട്രാൻസ്വേഴ്സ്. നെക്സ്റ്റ്, ഒബ്ലിക്. ദ ബ്രേക്ക് ഒക്കേഴ്സ് അറ്റ് ആൻ ആംഗിൾ അക്രോസ് ദ ബോൺ. ഒബ്ലിക് ബ്രേക്കേജിലെ എങ്ങനെയാണ്, തേർഡ് വണ്ണിലെ ഒരു ആംഗിൾ പോലെ, ഒരു ഒന്ന് ഡയഗണലി, നമ്മുടെ ബോണിന്റെ ഒരു ഡയഗണലി ഷേപ്പിൽ പൊട്ടിയതാണ് എന്ത് ഒബ്ലിക്. ഒബ്ലിക് തന്നെ രണ്ട് രീതിയിലാണുള്ളത്, ഒബ്ലിക് നോൺ ഡിസ്പ്ലേസ്ഡും ഒബ്ലിക് ഡിസ്പ്ലേസ്ഡും. ആ പൊട്ടലില്, ഒബ്ലിക്കായ പൊട്ടലില് ബോണ് തെന്നി മാറിയതും ഉണ്ട്, തെന്നി മാറാത്ത രീതിയിലും, രണ്ട് തരത്തിലാണ് ഒബ്ലിക്കിന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, സ്പൈറൽ. ദ ബ്രേക്ക് സ്പൈറൽ അറൌണ്ട് ദ ബോൺ ഓഫൻ കോസ്ഡ് ബൈ എ ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ബോണ് ഒരു സ്പൈറൽ രീതിയിൽ പൊട്ടുന്നതാണ് എന്ത് സ്പൈറൽ ബ്രേക്ക്. അത് ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് വരുമ്പോഴാണ്, ആ ബോണിലേക്ക് ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് വരുമ്പോഴാണ് സ്പൈറൽ രീതിയിൽ ബോണ് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ഫിഫ്ത്ത് വണ്ണാണ് സ്പൈറല്. അത് നോക്കുക, ഒരു സ്പൈറൽ രീതിയിലാണ് ആ ബോണ് ബ്രേക്ക് ആയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണേറ്റഡ്. കമ്മ്യൂണേറ്റഡില് ദ ബോൺ ബ്രേക്സ് ഇൻ ടു 3 or more പീസസ്. ആ ബോണ്, ആ പർട്ടിക്കുലർ ബോണ് പീസായി പൊട്ടുന്നതാണ് കമ്മ്യൂണേറ്റഡ്. പീസായി പൊട്ടണ ബോണാണ് കമ്മ്യൂണേറ്റഡ്. അതിൽ ലാസ്റ്റ് വൺ നോക്ക്, ആ ബോണിന്റെ ആ ഭാഗം പൊട്ടിയിരിക്കുന്നത് എങ്ങനെയാ, പീസായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, ഗ്രീൻ സ്റ്റിക്ക്. ആൻ ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ വേർ ദ ബോൺ ബെൻഡ്സ് ആൻഡ് ക്രാക്സ് ഓൺ വൺ സൈഡ്, കോമൺ ഇൻ ചിൽഡ്രൻ. കുട്ടികളൊക്കെ വീണ പൊട്ടുന്ന രീതിയാണ് ഗ്രീൻ സ്റ്റിക്ക്. ഒരു ബെൻഡ് വന്നിട്ടുണ്ട്, ആ ബോണിന് ഒരു ബെൻഡും ഒരു കുഞ്ഞൊരു ക്രാക്കും വന്നിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിയിട്ടില്ല. ഓക്കെ, അതാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. നെക്സ്റ്റ്, ഡിസ്പ്ലേസ്മെന്റ്. ഇത് ആ ബോണ് ആ ജോയിന്റിൽ നിന്ന് തെന്നി മാറി, അതാണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ ഓർ മോർ ബോൺസ് അറ്റ് എ ജോയിന്റ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ബ്രേക്കില് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് പൊട്ടുന്നത്, ഒബ്ലിക്കില് അതൊരു ആംഗിൾ പോലെയും, സ്പൈറലില് സ്പൈറൽ ബ്രേക്ക് ആണ് ഉണ്ടാവുന്നത്, കമ്മ്യൂണിറ്റേറ്റില് അത് പീസായിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. ഗ്രീൻ സ്റ്റിക്ക് കൂടുതലായി കാണുന്നത് കുട്ടികളിലാണ്, അത് ഒരു ബെൻഡാണ് ഉണ്ടാവുന്നത്, അല്ലാണ്ട് അത് പൊട്ടണില്ല. ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ ആണ് എന്ത് ഗ്രീൻ സ്റ്റിക്ക്.
ലീനിയർ ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആ ബോണിനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊട്ടുന്നതാണ് എന്ത് പാരലൽ ആയിട്ട് പൊട്ടുന്നത് എന്ത് ലീനിയർ ഫ്രാക്ചർ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ ഓർ മോർ ബോൺസ് അറ്റ് എ ജോയിന്റ്. ഓക്കെ, ഇത് തിരിച്ച് ഈ ജോയിന്റിന്റെ ഡെഫിനിഷൻ ആ ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഏത് തരം ബ്രേക്ക് ആണ് അതെന്ന് ചോദിച്ചിട്ടുണ്ട് 1 വേർഡിലും. അതുപോലെ തന്നെ 2 മാർക്കിൽ ഫ്രാക്ചർ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ഫ്രാക്ചർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പിക്ചർ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ.